വിഴിക്കത്തോട് എന്ന കൊച്ചു ഗ്രാമത്തെ തന്റെ പേരിനോട് ചേർത്തുവെച്ച് പ്രശസ്തമാക്കിയ ജയകുമാറിന് കണ്ണീരിൽ കുതിർന്ന അന്ത്യയാത്രയൊരുക്കി ജന്മനാടും കേരള കോൺഗ്രസ്. പതിറ്റാണ്ടുകളോളം കേരളത്തിലെമ്പാടും എല്ലാ കോൺഗ്രസ് പാർട്ടിയുടെ ശബ്ദമായി മുഴങ്ങിയിരുന്ന വിഴിക്കത്തോട് ജയകുമാർ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി കടന്നുപോയി. തന്റെ 13ാമത്തെ വയസ്സ് മുതൽ 41 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി മുതൽ കേരള സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയിലേക്കും കേരള കോൺഗ്രസിന്റെ ശബ്ദം എത്തിച്ച ജയകുമാറിന് നാടും കോൺഗ്രസ് പാർട്ടിയും ഹൃദയത്തിൽ ചാലിച്ച സ്നേഹവന്ദനങ്ങൾ നൽകിയാണ് അന്ത്യയാത്ര നൽകിയത്. കേരള കോൺഗ്രസ് നേതാവ് ആന്റണി മാർട്ടിൻ മുഴക്കിക്കൊടുത്ത മുദ്രാവാക്യം സ്ഥലത്ത് എത്തിച്ചേർന്ന നൂറുകണക്കിന് കേരള കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുവിളിക്കുന്നതിനിടയിൽ സംസ്ഥാന വ്യാപകമായി കേരള കോൺഗ്രസിന്റെ ശബ്ദമായി മാറിയിരുന്ന ജയകുമാർ കാലയവനികയ്ക്കുള്ളിലേക്ക് മടങ്ങി. പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയ വിഴിക്കത്തോട് ജയകുമാറിന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി, മന്ത്രി റോഷി അഗസ്റ്റിനും മുൻകൈയെടുത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഈ വരുന്ന നവംബർ മാസം 2-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നതിനിടയിലാണ് ഹൃദയസ്തംഭനം മൂലം ജയകുമാറിന്റെ അന്ത്യം സംഭവിച്ചത്. കെ എം മാണിയുടെ കേരള യാത്രകളും ജോസ് കെ മാണിയുടെ കേരള യാത്രയും റോഷി അഗസ്റ്റിന്റെ വിമോചന യാത്രയും സ്റ്റീഫൻ ജോർജിന്റെ ഉണർത്തി യാത്രയും എല്ലാം കടന്നുപോയപ്പോൾ ആ വരവറിയിച്ചുകൊണ്ട് മുൻപിൽ നീങ്ങിയ പൈലറ്റ് വാഹനത്തിൽ ജയകുമാർ എന്നുമുണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടു കൂടി ഇടപെട്ടിരുന്ന ജയകുമാറിനെ ഒരു നോക്ക് കാണാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിൽ നിന്നും പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒഴുകിയെത്തി. പാർട്ടി പ്രവർത്തകരുടെ നിലയ്ക്കാത്ത പ്രവാഹം കാരണം മൃതസംസ്കാര ചടങ്ങുകൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. തന്റെ ശബ്ദ സൗന്ദര്യവും ശബ്ദ ഗാംഭീര്യവും കൊണ്ട് കേരള കോൺഗ്രസിനെ ധന്യമാക്കിയ ജയന്റെ അന്ത്യയാത്രയ്ക്ക് എല്ലാ മാധ്യമങ്ങളും നൽകിയത് ഒരു വലിയ ജനപ്രതിനിധിക്ക് നൽകുന്ന ആദരവ് തന്നെയായിരുന്നു. കോട്ടയം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും 4 കോളത്തിൽ ജയകുമാറിന്റെ അന്ത്യവാർത്തകൾ എഴുതി ചേർക്കപ്പെട്ടു. ജയകുമാറിന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുമെന്നും അവർ ഈ തറവാട്ടിൽ ഉണ്ടാകുമെന്നും അനുസ്മരണ പ്രഭാഷണത്തിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ള നേതാക്കൾ ആവർത്തിച്ച് ഉറപ്പു നൽകുകയുണ്ടായി. ജയകുമാറിന്റെ ഭൗതിക ശരീരത്തിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയകുമാറും ചേർന്നാണ് പാർട്ടി പതാക പുതപ്പിച്ചത്. വിഴിക്കത്തോടെന്ന ഉൾനാടൻ ഗ്രാമത്തെ തന്റെ പേരിനൊപ്പം ചേർത്ത് പ്രശസ്തമാക്കിയ വിഴിക്കത്തോടിന്റെ പ്രിയപ്പെട്ട ജയകുമാറിന് ഞങ്ങളുടെ യാത്രാമൂല്യം.